നമസ്കാരം, ഞാൻ ദിനേഷ് തോപ്പണ്ണുക. ചെണ്ടുമല്ലി കൃഷി ഉഷാറായിട്ട് നടക്കുന്നുണ്ടാവുമല്ലോ. ഈ പ്രാവശ്യം അങ്ങനെ വാട്ടരോഗം കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, എങ്കിലും ചില സ്ഥലത്ത് കാണുന്നുണ്ട്. അത് ഒരു ആൾ ഇന്നലെ വിളിച്ചിട്ട് ചെതല് പറഞ്ഞു, ചെടിയുടെ അടിയിൽ ചെതലുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ജൈവവളങ്ങൾ കൂടുതൽ ഇട്ട് കൊടുത്തിട്ട് നല്ല മഴ പെയ്യുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരു മഴ പെയ്തിട്ട് പിന്നെ 2 ദിവസം മഴ ഇല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ചെതൽ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളത് നോക്കുക, അത് വേപ്പം മണ്ണൊക്കെ അതിൻ്റെ ഒപ്പം ഇട്ട് കൊടുത്തിട്ടൊക്കെ നോക്കുക. അപ്പോൾ നിങ്ങളെ ചെടി ഇപ്പോഴത്തെ അവസ്ഥയിൽ 1 പ്രൂണിങ് ചെയ്ത ആൾക്കാരുണ്ടാവും, 2 പ്രൂണിങ് ചെയ്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ 1 പ്രൂണിങ് ചെയ്ത ആളുകൾക്ക് ഇപ്പോൾ ഈ ജൂലൈ 2-ന് സെക്കൻഡ് പ്രൂണിങ് ഉണ്ടായിരുന്നു. ജൂലൈ 5 വരെ സെക്കൻഡ് പ്രൂണിങ് ചെയ്യാം, പിന്നെ ചെയ്യണ്ട കേട്ടോ. പിന്നെ ഇപ്പോൾ നിലവിൽ എന്താ കണ്ടീഷൻ, അങ്ങനെ നിൽക്കുക. ഇനി ജൂലൈ 5-നും പ്രൂണിങ് നടത്താത്ത ആളുകളുണ്ട്, തീരെ നടത്താത്ത ആളുകൾ. അവർക്ക് റിസ്ക് ആണ്. ഏറ്റവും ടോപ്പിലെ മുകുളം മാത്രം വേണമെങ്കിൽ നുള്ളി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്യണ്ട. പിന്നെ നന്നായി വളമൊക്കെ ഇട്ട് വളർത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. അപ്പോൾ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന, അതായത് ജൂലൈ 5 അല്ലെങ്കിൽ ജൂലൈ 6 എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇനി എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെ ചെടികളെ നല്ല ഗ്രോത്തായി 4 കൊമ്പ് 6 കൊമ്പൊക്കെ വന്ന പല ചെടികളുണ്ട് കേട്ടോ. ഇത് സാമ്പിൾ കാണിക്കാൻ മാത്രമാണ്. അപ്പോൾ അതിൽ ഇനി ചെയ്യേണ്ടത്, ഇതിന് കൃത്യം കൊടുക്കേണ്ട വളങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിങ്ങനെ മെല്ലെ നോക്കാം. അപ്പോൾ ജൂലൈ 6 എത്തിയത് അങ്ങനെ നല്ലോണം വളർന്ന, അത്യാവശ്യം വളർന്ന തൈകളാണെങ്കിൽ എന്ത് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ നൈട്രജൻ വളങ്ങളൊക്കെ, ഫോസ്ഫറസ് വളങ്ങളൊക്കെ കൊടുത്ത പോലെ തന്നെ ഈ ചെടികൾക്കൊക്കെ തന്നെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതിൻ്റെ വെള്ളം നന്നായിട്ട് കൊടുക്കുക. അതുപോലെ വളർച്ച കുറവ്, ഇത്രയും വളർച്ച ഇല്ലെങ്കിൽ നിർബന്ധമായിട്ടും സീവീഡ് എക്സ്ട്രാക്ട് ജെല്ല് വാങ്ങിയിട്ട് കൊടുക്കണം കേട്ടോ. സീവീഡ് എക്സ്ട്രാക്ട് ജെല്ല് വാങ്ങിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഏറ്റവും നല്ലത് രാവിലെ സമയത്ത് സീവീഡ് എക്സ്ട്രാക്ട് ജെല്ല് വാങ്ങി കൊടുക്കുക. ഇപ്പം നമ്മളെ ഒരു പ്രൂണിങ് കഴിഞ്ഞ്, 2ാമത്തെ പ്രൂണിങ് കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ സൈഡിൽ നിന്ന് ചെറിയ കൊമ്പുകൾ വീണ്ടും വരാൻ തുടങ്ങി. ഇതാണ് 2 പ്രൂണിങ്ങിൻ്റെ ഗുണം കേട്ടോ. ഇങ്ങനെ പാലക്കാട് ഭാഗത്തൊക്കെ ഉണ്ട്, കാറ്റ് പിടിക്കില്ല, നല്ല തിക്കായിട്ട് വണ്ണം വെച്ച് വരണം. ഇതാണ് ഇതിൻ്റെ ആവശ്യം. അപ്പോൾ ഈ നൈട്രജൻ വളങ്ങൾ ഇപ്പോൾ ഈ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് ഇടവിട്ട ദിവസങ്ങളിൽ ഒഴിച്ചു കൊടുത്തോളൂ. അതുപോലെ സീവീഡ് എക്സ്ട്രാക്ട് ജെല്ല് ആഴ്ചയിൽ 1 ദിവസം നല്ല പോലെ ഇനി കൊടുക്കണേ. ഇനി അടുത്തത്, ഇതിന് ഒന്നുകൂടി പുഷ്ടിപ്പെടാൻ, അതായത് തീരെ ഗ്രോത്ത് ഇല്ലാത്ത ആളുകൾ ചെയ്യേണ്ട കാര്യം, ചെടിക്ക് തീരെ ഗ്രോത്ത് ഇല്ലാത്ത ആളുകൾ, അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടും കുറച്ച് പൊടിവളങ്ങൾ എന്തെങ്കിലും കടക്കിൽ കൂട്ടി കൊടുക്കുക, മണ്ണ് കൂട്ടി കൊടുക്കുക. അത് മണ്ണൊന്ന് ചെറുതായി ഇളക്കണം. ചില ആളുകൾ ചരൽ മാത്രമുള്ള മണ്ണിൽ വെച്ച് വരുന്നുണ്ട്, നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് ജൈവവളങ്ങൾ ഇട്ടിട്ട് മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക. പച്ചിലകളും ഒന്നും അവിടെ ഇടരുത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് മണ്ണ് കൂട്ടി കൊടുത്തതിന് ശേഷം DAP ഉണ്ട്. ഇനി DAP ഇട്ട് കൊടുക്കാം. അതുപോലെ ഫാക്ടംബോസ് ഇട്ടു. ഫാക്ടംബോസിൽ സൾഫർ ഉണ്ട്. സൾഫർ ഉള്ളപ്പോൾ എന്താ വെച്ചാൽ, ഫാക്ടംബോസിൽ സൾഫർ ഉള്ളത് കൊണ്ട് തന്നെ മണ്ണിൽ നിന്ന് എല്ലാ വളങ്ങളും വലിച്ചെടുക്കാനും മണ്ണൊന്ന് സെറ്റാവാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഫാക്ടംബോസ്, രാസവളം എന്നുള്ള രീതിയിൽ ഫാക്ടംബോസ് യൂസ് ചെയ്യാം. ചെടികൾക്ക് ഇതേപോലെ 15 സെൻറ്റിമീറ്റർ അകലത്തിൽ ഇങ്ങനെ വട്ടത്തിൽ ചെറുതായി ഒന്ന് വെതറി കൊടുക്കുക, നനവരോട് കൂടിയിട്ട്. പിന്നെ നിർബന്ധമായും ഈ 30-10-10 ഒക്കെ സ്പ്രേ ചെയ്യണില്ലേ. ചില ആൾക്കാർ ചോദിച്ചു 30-10-10 തന്നെ വേണമെന്ന്. 30-10-10 വേണ്ട, 19-19 ആയാലും മതി. പക്ഷേ നമുക്ക് ഈ മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും എല്ലാം കൂടിയുള്ളൊരു സാധനം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. നിങ്ങളത് ഇപ്പോൾ തീരെ വളർച്ചയില്ലാത്ത ആളുകൾ 2 ദിവസത്തെ ഇടവേളകൾ ലൈറ്റായിട്ട് ഈ 30-10-10 സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ സീവീഡ് എക്സ്ട്രാക്ട് ചെയ്ത സാധനങ്ങളൊക്കെ കൊടുക്കുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രാവിലെ സമയത്ത് സ്പ്രേ ചെയ്യുകയാണ്. രാവിലെ ചെയ്യുമ്പോൾ ചെടികൾ കുറച്ചും കൂടി പെട്ടെന്ന് വലിച്ചെടുക്കും. ഇനി നല്ല മഴയത്ത് സ്പ്രേ ചെയ്യരുത്. മഴയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ പണി എന്ന് പറഞ്ഞു വെച്ചാൽ, നല്ല മഴയത്തല്ല, മഴ കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് മണ്ണ് ചേർത്തി കൊടുക്കാനും ഒക്കെ ചെയ്യാം. കടക്കിൽ വെള്ളം നിൽക്കരുത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പം ഇന്നലെ വിളിച്ചിട്ട് ചോദിച്ചു, ചില കൃഷിഭവനിൽ ജൂലൈ 2-ന് 3-നൊക്കെ ആയിട്ട് കുറേ നീളം കൂടിയ തൈകൾ കിട്ടിയിട്ടുണ്ട്, വെക്കട്ടെ. അപ്പോൾ അത്തരം ആളുകൾ ഇനി വെച്ചാൽ നമുക്ക് ഇനി മുട്ടിലേക്ക് മുട്ട് വന്ന് തുടങ്ങേണ്ട ഒരു സമയം നമ്മൾ പറയും. ആ സമയത്തേക്ക് എത്തുമ്പോഴേക്കും ഇതിൻ്റെ വളർച്ച എത്രയൊന്നും പറയാൻ പറ്റില്ല. ഇനി 1.5 മാസത്തിലേറെ, 1.5-1.25 മാസത്തിലേറെ വളർച്ചയുള്ള തൈയാണ് കിട്ടണമെങ്കിൽ ഇനിയും നിങ്ങൾക്ക് വെക്കാം കേട്ടോ.
അപ്പോൾ ചെടികളുടെ ഇല നല്ല തിക്കായിട്ട് വളരണമെങ്കിൽ നൈട്രജൻ ഫോസ്ഫേറ്റ് വളങ്ങൾ കൊടുക്കണം. വേറൊരാൾ എന്നോട് ചോദിച്ച് പിന്നെ എപ്സം സാൾട്ട് കുറച്ച് മഗ്നീഷ്യം സൾഫേറ്റ് കുറച്ച് അടിക്കട്ടെ. അടിച്ചുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ 30-10 ഇത് ഈ സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇനി വേറെ അടിക്കണമെന്ന് പറയുന്നില്ല. ഓവർ പച്ച കളർ ആവാനും പാടില്ല ചെടി. ഓവർ പച്ച കളറായി കഴിഞ്ഞാൽ നൈട്രജൻ കൂടിയതാണ്. നൈട്രജൻ ഓവറായിട്ട് അങ്ങ് കൂടിയിരിക്കുന്നത് നല്ലതുമല്ല. സന്തുലിതമായ അവസ്ഥയിൽ ഈ സാധനങ്ങൾ ഇങ്ങനെ പോകണം കേട്ടോ. പിന്നെ പല കമ്പനിയുടെ വളങ്ങളുണ്ട്, പല സാധനങ്ങളുണ്ട്. യൂസ് ചെയ്യുമ്പോൾ അത് എന്താണ് അതിൻ്റെ കണ്ടന്റ് നോക്കിയിട്ട് ചെയ്യണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് വളം കാണിച്ചത് ഇത് എന്താണെന്ന് ചോദിച്ചു. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ ചിത്രം കണ്ടിട്ട് എന്ത് വളമാണെന്ന് പറയാൻ പറ്റില്ല. വളം തരുന്ന ആളുകളോട് അതിൻ്റെ കണ്ടന്റ് ചോദിക്കുക. അപ്പോൾ ചില വളങ്ങൾ എന്തൊക്കെ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു തവണ ഈ ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു തവണ, ഇപ്പോൾ നമുക്കൊരു 10-ാം തീയതി ഇതിൻ്റെ ഉള്ളിൽ ഒരു തവണ 1/4 സ്പൂണ് അല്ലെങ്കിൽ 1/2 സ്പൂണിൻ്റെ അടുത്ത് 1/4 സ്പൂണ് മതി പൊട്ടാഷ് എല്ലാ ചെടികൾക്കും നൽകുക. വളരെ കുറഞ്ഞ് കേട്ടോ, വളരെ കുറഞ്ഞ അളവിലുള്ള പൊട്ടാഷ്, സെപ്പറേറ്റ് പൊട്ടാഷ് എടുത്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക, മണ്ണിലിട്ട് കൊടുക്കുക. ഇത്രയേ ചെയ്യാറുള്ളൂ. പിന്നെ സ്പ്രേ ആയിട്ട് യൂറിയ അടിക്കുന്ന നാനോ യൂറിയ, നാനോ DAP ഒക്കെ അടിക്കുന്ന ആളുകൾ അത് അതിൻ്റേതായ രീതിയിൽ കൊടുത്തോളൂ. ഞാൻ വീണ്ടും പറയുന്നത്, ഞാൻ ഡെയിലി എന്നുള്ള പോലെ 30-10 ഒക്കെ കൊടുക്കാൻ പറയുന്നതിൻ്റെ ഒരു കാരണം ഏറ്റവും കുറഞ്ഞ ഡോസ് ചെറിയ തോതിൽ കെട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഒരു ദിവസം ഇല വഴി കൊടുക്കുമ്പോൾ ഒരു ദിവസം കടക്കിൽ എന്തെങ്കിലും വളമോ ആയിക്കോട്ടെ ചെറിയ തോതിൽ കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പോയി ഇനി നമ്മൾ 10-ാം തീയതി വരെ, ജൂലൈ 10-ാം തീയതി വരെ ഇതേ വളങ്ങൾ എങ്ങനെ ചെയ്തു പോവുക. പിന്നെ വരുന്നൊരു പ്രശ്നം ചിത്രകീടമാണ്. ചിത്രകീടം എന്ന് പറഞ്ഞാൽ വെള്ള വരകൾ ഇങ്ങനെ വരും. ആ വെള്ള വര വരാതിരിക്കാൻ വല്ലപ്പോഴും നിങ്ങൾ മുൻകൂട്ടി തന്നെ വേപ്പെണ്ണ, സോപ്പ്, കഞ്ഞിവെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ചെടികളുടെ മേലെ ഇങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഇങ്ങനെ അടിച്ചിട്ട് കൊടുക്കുക. പരമാവധി കുറയ്ക്കാൻ പറ്റും. പിന്നെ അത്രയും ഇത് കൂടുതലാണെങ്കിൽ ആ കീടുള്ള ഇലകൾ മാത്രം നിലത്തിടരുത്. ഒരു പേപ്പറിൽ ഇട്ടിട്ട് കൂട്ടി കത്തിച്ച് കളയുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ലൈറ്റായിട്ടുള്ള സ്ട്രോങ് അല്ലാത്തൊരു കീടനാശിനി വാങ്ങിയിട്ട് രാവിലെ സമയത്ത് ഇലയുടെ അടിയിലും മുകളിലും തളിച്ചു കൊടുക്കുക. അങ്ങനെ ഇല വലിച്ചെടുക്കുന്ന തരം കീടനാശിനി ആയിരിക്കണം. ചെറിയ തോതിൽ സ്ട്രെങ്ത് ഉള്ള ഇതായിട്ടുള്ള മതി കേട്ടോ. കൂടുതൽ നമുക്ക് അപകടകരമായ സാധനങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ ചെടി തഴച്ചു വളരട്ടെ. പിന്നെ ഒരു കാരണവശാലും പഴത്തിൻ്റെ തോല്, ചായയുടെ ചണ്ടി, ഭക്ഷണ വേസ്റ്റ് ഇതൊന്നും ചെടികളുടെ ചുവട്ടിൽ ഗ്രോ ബാഗായാലും ചട്ടിയായാലും കൊണ്ടിട്ട് കൊടുക്കട്ടെ വളാവെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ചെടി അഴുകിപ്പോവുകയാണ് ചെയ്യുക കേട്ടോ. വാട്ടരോഗം കാണുകയാണെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ആ വളം, മരുന്ന് നിങ്ങളവിടെ കൊടുക്കണം. സ്പ്രേ ആയിട്ട് കൊടുക്കാനുള്ളത് സ്പ്രേ ആയിട്ട് കൊടുക്കുക. അല്ല പിന്നെ കടക്കിൽ ഒഴിക്കാനുള്ളതാണെങ്കിൽ കടക്കിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ്റെ മരുന്ന് ആവശ്യം തോന്നുകയാണെങ്കിൽ മാത്രം സാഫോ, മാംഗോ സെബോ ഏതും ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇതുവരെയുള്ള നിങ്ങളുടെ കൃഷി വിശേഷങ്ങളൊക്കെ ഫോട്ടോ സഹിതോ വീഡിയോ സഹിതോ ഒക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ചെടി എന്തായാലും ഉഷാറാവട്ടെ. സംശയങ്ങളുള്ളത് പേഴ്സണൽ ചോദിക്കാതെ ഗ്രൂപ്പിലിട്ടോളൂ കേട്ടോ. അതിലൊന്നും മടിയൊന്നും വേണ്ട. നന്നായി വളരാനുള്ള ശ്രമം നടത്തുക. നിങ്ങൾ എല്ലാം പുസ്തകത്തിൽ എഴുതി വെക്കുന്നുണ്ടാകുമെന്ന് തോന്നുന്നു. ഞാൻ ഒരു പരീക്ഷ നടത്തും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആ പരീക്ഷയിൽ 10 ചോദ്യങ്ങളൊക്കെ ചോദിക്കും കേട്ടോ. എന്നിട്ട് സമ്മാനമൊക്കെ തരാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് അറിയാലോ. പുസ്തകം കാണിച്ചു തരണമല്ലോ. ഓക്കെ, താങ്ക് യു.